ഹലോ എൻ്റെ പ്രിയപ്പെട്ട സുവോളജി വിദ്യാർത്ഥികളെ, 2025 ഹയർ സെക്കൻഡറി സുവോളജി ലാബ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ലളിതമായി മനസ്സിലാവുന്ന രൂപത്തിൽ നമ്മൾ ഒന്ന് ലാബിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ വെച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ലാബ് എക്സാമിൽ പോകുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പ്രയാസമുള്ള കുട്ടികൾ കൂടി സപ്പോർട്ട് ആവുന്ന രൂപത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതാണ്, ആകെ 20 മാർക്കിൻ്റെ പരീക്ഷകളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് വരിക. അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും 1 by 1 ആയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പരിശോധിക്കാം. സുവോളജി ലാബ് പരീക്ഷയ്ക്ക് നമുക്ക് ആകെ 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും: ഐഡൻറ്റിഫൈ ദ ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽ ആൻഡ് റൈറ്റ് വൺ ഫീച്ചർ. അതായത് നമ്മുടെ റെക്കോർഡിൻ്റെ ആദ്യ പേജുകളിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻവെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള ആനിമലിൻ്റെ ഒരു ഇമേജ്, ഇതുപോലുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു ആനിമലിൻ്റെ ഈ പേര് നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ അവർ ചോദിക്കുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടർ കൂടി എഴുതണം. പേര് എഴുതുന്നതിന് ഐഡൻറ്റിഫിക്കേഷന് നിങ്ങൾക്ക് 1/2 മാർക്കും, അതിൻ്റെ അവരാവശ്യപ്പെടുന്ന ക്യാരക്ടർ എഴുതുന്നതിന് വീണ്ടും നിങ്ങൾക്ക് 1/2 മാർക്ക്. ടോട്ടൽ ഒന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾക്ക് 2 മാർക്കായിരിക്കും ലഭിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് സാധ്യതയുള്ള ഒരു ജീവിയാണ് ഹൈഡ്ര. ഓക്കെ, ഈ ഹൈഡ്രയുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ പൊതുവെ ചോദിക്കാറുള്ളത് ഒരു ഐഡൻറ്റിഫയിങ് ക്യാരക്ടറാണ് സാധാരണ രീതിയിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാവുന്നതാണ് ഹൈഡ്രയ്ക്ക് ടെൻറ്റക്കിൾസ് പ്രസൻ്റ് ആണ്. ഈ കാണുന്നത് പോലെ ടെൻറ്റക്കിൾസ് പ്രസൻ്റ് ആണെന്ന് എഴുതിയാൽ മതിയാവും. അതുപോലെ തന്നെ ഇവരുടെ ബോഡിയുടെ ഷേപ്പ് സിലിണ്ട്രിക്കൽ ബോഡിയാണ്. ഏതെങ്കിലും ഒരു പോയിൻ്റ് എഴുതിയാൽ മതിയാവും. ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന എല്ലാ ടോപ്പിക്സിൻ്റെയും ഒരു സമ്മറി ആയിട്ടുള്ള PDF കൂടി നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് അത് ലഭിക്കാൻ വേണ്ടിയുള്ള വഴികൾ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമതായി നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യം ഹൈഡ്ര അല്ലെങ്കിൽ വരാവുന്ന മറ്റൊരു ജീവിയാണ് ലിവർ ഫ്ലൂക്ക്. ഇത് കുറച്ച് കൂടുതലായിട്ട് എക്സാമിനേഴ്സൊക്കെ ചൂസ് ചെയ്യുന്ന ഒരു സ്പെസിമെനാണ്. ഇതിൻ്റെ പൊതുവെ ചോദിക്കാറുള്ളത് പാരസൈറ്റിക് അഡാപ്റ്റേഷനാണ്. ഒരു ഒറ്റ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ എഴുതിയാൽ മതിയാവും. ഇത് എഴുതുന്നതായിരിക്കും നന്നാവുക. ബോഡി ഈസ് കവേർഡ് വിത്ത് ക്യൂട്ടിക്കിൾ. ഈ ഒരു പോയിന്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് ലഭ്യമാവും. അതുപോലെ തന്നെ മൂന്നാമത്തെ ജീവിയാണ് റൗണ്ട് വേം. റൗണ്ട് വേമ്പിൻ്റേതും സാധാരണയായിട്ട് പാരസൈറ്റിക് അഡാപ്റ്റേഷൻ ചോദിക്കും. ഇവിടെയുമുള്ള ഒരു അഡാപ്റ്റേഷനാണ് പ്രസൻസ് ഓഫ് ക്യൂട്ടിക്കുലാർ കവറിങ്. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് വേമിൻ്റെയും ലിവർ ഫ്ലൂക്കിൻ്റെയും പാരസൈറ്റിക് അഡാപ്റ്റേഷൻ നിങ്ങൾ ഒന്ന് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. അത് വേറെ വേറെ പഠിക്കേണ്ട ആവശ്യമില്ല. രണ്ടിനും ഒരേ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ ഉണ്ട്. ഓക്കെ, ഇനി നാലാമത്തെ ഒരു ജീവി, ഇത് മൂന്നുമല്ലെങ്കിൽ നാലാമതായിട്ട് നിങ്ങൾക്ക് ലീച്ച് എന്ന ജീവിയുടെ ഒരു ചിത്രം തന്നേക്കാം. ലീച്ചിൻ്റെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ തന്നെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ അതായിട്ട് നമുക്ക് എഴുതാവുന്നതാണ് ഹിറുഡിൻ. ഹിറുഡിൻ എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ആണ്. രക്തം കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കെമിക്കലാണ് ഹിറുഡിൻ. ഈ ഹിറുഡിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് നോട്ടായിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഒരു ഐറ്റമായി ചോദിക്കാവുന്നത് എർത്ത് വേം. ഓക്കെ, എർത്ത് വേമിൻ്റെ മണ്ണിരയുടെ ഇവിടെ ലീച്ചിൻ്റെ ഒരു പ്രത്യേകത വേണം ഒന്നുകൂടി പറയാം. ലീച്ച് നമുക്കറിയാം, അത് ബ്ലഡ് കുടിക്കില്ല മറ്റു ജീവികളുടെ. അപ്പോൾ ബ്ലഡ് കുടിക്കുന്ന സമയത്ത് അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്, രക്തം കട്ട പിടിക്കുന്നതിനെ തടയുന്ന ആൻറ്റി കൊയാഗുലൻ്റ്. അതാണ് ഹിറുഡിൻ കേട്ടോ. നമുക്ക് പഠിക്കുമ്പോൾ ഒന്നുകൂടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയാണ് വീണ്ടും അങ്ങോട്ട് തന്നെ പോയിരിക്കുന്നത്. ഇനി എർത്ത് വേം മണ്ണിരയുടെ പ്രത്യേകതകൾ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള സാമ്പത്തിക നേട്ടങ്ങൾ അതല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ഉപകാരങ്ങളാണ് ചോദിക്കുന്നത് കേട്ടോ. എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പൈസയായിട്ട് പണമായിട്ട് കൈ കിട്ടുക എന്ന് വിചാരിക്കരുത്. ആ ജീവി കൊണ്ടുള്ള മനുഷ്യർക്കുള്ള എന്തെങ്കിലും ഒരു ബെനിഫിറ്റാണ് ഉദ്ദേശിക്കുന്നത്. എർത്ത് വേം നമുക്കറിയാം മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി വളക്കൂർ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അല്ലേ. ഇനി ഏതെങ്കിലും എക്സാമിനേഴ്സൊക്കെ എക്കണോമിക് ഇമ്പോർട്ടൻസിന് പകരം നിങ്ങളോട് എർത്ത് വേമിൻ്റെ ഒരു ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇതൊരു അനലിഡയിലെ മെമ്പറാണ്, അതുപോലെ സെഗ്മെൻറ്റുകൾ പ്രസൻ്റ് ആണ്, എക്സ്ക്രീറ്ററി ഓർഗാനായിട്ട് വരുന്നത് നെഫ്രീഡിയാണ് എന്നൊക്കെ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് പ്രൗൺ.
നമുക്കറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജീവിയാണ് പ്രൗൺ. പ്രൗണിൻ്റെ അധികവും ചോദിക്കാറുള്ളത് എക്കണോമിക് ഇമ്പോർട്ടൻസ് തന്നെയാണ്. നമുക്കറിയാം പ്രൗൺ ഒരു ഭക്ഷ്യയോഗ്യമായ ഒരു ജീവിയാണല്ലോ. അപ്പോൾ ഭക്ഷ്യയോഗ്യമായ ഏത് ജീവിയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അത് എഡിബിളായ ഒരു ഓർഗാനിസമാണ് എന്ന് എഴുതിയാൽ മതി. എഡിബിൾ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യയോഗ്യമാണ്, ഫുഡായിട്ട് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ജീവിയാണ്, മറ്റൊന്നാണ് സിൽക്ക് വേം. സിൽക്ക് വേമിനെ കുറിച്ച് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ചിത്രം തന്നിട്ട് മിക്കവാറും നിങ്ങൾ സിൽക്ക് വേം എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ഹാഫ് മാർക്ക് കിട്ടും. അധികവും ചോദിക്കാറുള്ളത് സിൽക്ക് വേമിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. നമുക്കറിയാവുന്നതാണ് സിൽക്ക് വേം. പിന്നെ നമുക്ക് സിൽക്ക് വസ്ത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിൽക്ക് തരുന്നുണ്ട്. അതുകൂടാതെ ഇത് ഒരുപാട് ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് തരുന്നുണ്ട്. ഇത് രണ്ടും എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ജോയിൻറ്റഡ് അപ്പൻഡേജസ് ആണ് എന്നോ അതല്ലെങ്കിൽ ബോഡിക്ക് ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്നീ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എങ്കിൽ കൂടി അധികം സിൽക്ക് വേമിൻ്റെത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ചോദിക്കാറുള്ളത്. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ്, നിങ്ങളുടെ സുവോളജി എടുക്കുന്ന ടീച്ചർ ഇത് സംബന്ധമായി തരുന്ന അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും നിങ്ങൾ കൃത്യമായി പാലിക്കണം. കാരണം അവരോട് കൂടി കൺസൾട്ട് ചെയ്തുകൊണ്ടായിരിക്കും എപ്പോഴും എക്സാമിനർ ക്വസ്റ്റ്യൻസൊക്കെ ഒരു പരിധി വരെയൊക്കെ പലപ്പോഴും തീരുമാനിക്കുക. ഓക്കെ, ഇനി ആറാമത്തെ മറ്റൊന്നാണ് ഹണി ബി, തേനീച്ച. ഒരു തേനീച്ചയുടെ ഫോട്ടോ തന്നിട്ട് ഇതിൻ്റെ ഐഡൻറ്റിഫൈ ക്യാരക്ടർ എഴുതാൻ പറയും. നമുക്കറിയാം തേനീച്ചയുടെ പ്രത്യേകത, അത് നമുക്ക് ഹണി, തേന് തരുന്നുണ്ടല്ലോ. അപ്പോൾ തേനീച്ചയുടെ ഫോട്ടോ തന്നു കഴിഞ്ഞിട്ട് എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ ദ ഓർഗാനിസം ഇസ് ഹണി ബി, ഇറ്റ് പ്രൊവൈഡ് ഹണി, ഇത് തേന് തരുന്നു എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തേനീച്ചയിൽ നിന്ന് നമുക്ക് വാക്സ് ലഭിക്കുന്നുണ്ട് അല്ലേ, വാക്സ് ലഭിക്കുന്നുണ്ട്. അത് കാൻഡിൽ ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. ആൻഡ് ദ 10th വൺ ഈ സ്റ്റാർ ഫിഷ് ആണ്. ഈ സ്റ്റാർ ഫിഷിൻ്റെ ഫോട്ടോ തന്നാൽ അധികവും ചോദിക്കുക ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടർ ആയിരിക്കും. നമുക്കറിയാം സ്റ്റാർ ഫിഷിനെ പറ്റി നമ്മൾ പറയാറുള്ളത് അതൊരു സ്പൈനി ബോഡീഡ് ആനിമലാണ് എന്ന് പറയാറുണ്ട്. അതുപോലെ എക്കിനോഡെർമേറ്റയിലെ മെമ്പറാണ്. അതുപോലെ +1 നമ്മൾ വളരെ വിശദമായി പഠിച്ചതാണ് സ്റ്റാർ ഫിഷ്. വാട്ടർ വാസ്കുലാർ സിസ്റ്റം കാണപ്പെടുന്ന ഒരു ജീവി കൂടിയാണ് സ്റ്റാർ ഫിഷ്. അതുകൂടി പഠിച്ചു വെക്കാം. അപ്പോൾ ഇത്രയും ജീവികളിൽ നിന്നും ഏതെങ്കിലും ഒരു ജീവിയുടെ ഫോട്ടോ ഷുവറായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിട്ട് വരും. ഇവരുടെയൊക്കെ ഓരോ സ്വഭാവം പഠിച്ചു വെക്കണം. ആ ഒരു ക്യാരക്ടർ എഴുതുന്നതിനാണ് രണ്ടാമത്തെ ഒരു മാർക്ക്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരു മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ വെർട്ടിബ്രേറ്റ് ആനിമൽ. വെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള ഒരു ആനിമലിൻ്റെ ഫോട്ടോ ഇമേജ് നമുക്ക് തന്നിരിക്കും. ആ ആനിമലിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ആനിമലിൻ്റെ ചിത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതിൻ്റെ പേര് നിങ്ങൾ എഴുതുന്നതിന് ഹാഫ് മാർക്കും ഒരു ക്യാരക്ടർ എഴുതുന്നതിന് വീണ്ടും ഹാഫ് മാർക്കാണ് നമുക്ക് ലഭിക്കുക. നമുക്ക് ഓരോന്നും ഒന്ന് പരിശോധിക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഷാർക്ക്, സ്രാവിനെ പറ്റിയാണ് അല്ലേ. സ്രാവിനെ പറ്റി എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ, സാമ്പത്തിക പ്രാധാന്യം ചോദിക്കുകയാണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫുഡ്സ് അല്ലെങ്കിൽ എഡിബിൾ ആണ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ചിലപ്പോൾ എക്സാമിനർ ഈ ഷാർക്ക് തന്നെ തന്നിട്ട് നിങ്ങളോട് ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടർ ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഷാർക്ക് എന്താണ്, ഒരു കാർട്ടിലേജിനസ് ഫിഷാണ് അല്ലേ. അങ്ങനെ ആ ഒരു പ്രത്യേകത എഴുതിയാൽ മതി. അതല്ലെങ്കിൽ അതിൻ്റെ മൗത്ത് വെൻട്രൽ സൈഡിലാണ്. ഏതെങ്കിലും ഒരു ക്യാരക്ടർ നിങ്ങൾ പഠിച്ചു വെക്കുക. അത് നിങ്ങളുടെ ടീച്ചർ പ്രത്യേകമായി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ പഠിക്കട്ടോ. ഞാൻ പറയുന്നത് തന്നെ എടുക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടറും ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസും നമ്മൾ പഠിക്കണം. ഓക്കെ, രണ്ടാമതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ജീവിയാണ് റോഹു. റോഹുവിൻ്റെയും ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടർ നമുക്കറിയാം ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ എഡിബിളാണ്, ഫുഡായിട്ട് ഉപയോഗിക്കുന്നത് എഴുതിയാൽ മതിയാവും. രണ്ടാമതായിട്ട് ഇതിൻ്റെ ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടർ ചോദിക്കുകയാണെങ്കിൽ ഇതൊരു ബോണി ഫിഷാണ്. ബോണി ഫിഷസും അതുപോലെ കാർട്ടിലേജിനസ് ഫിഷസും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. റോഹു എന്താണ്, ബോണി ഫിഷസ് ആണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മോട് ചോദിക്കാൻ സാധ്യതയുള്ള മൂന്നാമത്തെ ഒരു വെർട്ടിബ്രേറ്റ് ആനിമലാണ് ഫ്രോഗ്. ഓക്കെ, ഈ ഫ്രോഗിൻ്റെ ഒരു ഇമേജ് നമുക്ക് തരും. ഇവിടെ ഫ്രോഗ് എന്ന് നമ്മുടെ പ്രിൻറ്റിലുണ്ടെങ്കിലും അത് നമ്മുടെ എക്സാം സമയത്ത് കാണിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രോഗിൻ്റെ പേര് എഴുതി കഴിഞ്ഞാൽ ഹാഫ് മാർക്ക് കിട്ടും. ഇവിടെ ക്വസ്റ്റ്യൻസ് ആയി വരിക, ഒന്നെങ്കിൽ ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടർ ചോദിക്കും,
അതുപോലെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കാറുണ്ട്. ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻ ലിവ് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ, കരയിലും വെള്ളത്തിലും താമസിക്കാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ. അതുപോലെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ ഇത് ചില രാജ്യങ്ങളിലും ഫുഡാണ്. ഒക്കെ നമ്മുടെ രാജ്യത്ത് പതിവില്ലെങ്കിൽ കൂടി. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫുഡ് എന്ന് എഴുതാം. അതുപോലെ തന്നെ പെസ്റ്റുകളെ, നമ്മുടെ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന കീടങ്ങളെയൊക്കെ ഭക്ഷിച്ചിട്ട് നമ്മുടെ കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാക്കി തരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇത്രയാണ് ഈ ഒരു വിഭാഗത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കുക. ഓക്കെ, ഒരു പോയിന്റ് മാത്രം മതിയാവേ. അടുത്തതായിട്ട് ഗാർഡൻ ലിസാർഡാണ്. ഗാർഡൻ ലിസാർഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ നമുക്ക് എഴുതാം. അവിടെ നമുക്ക് എഴുതാവുന്ന ഒരു ക്യാരക്ടറാണ് ഡ്രൈ സ്കിന്നാണ് വിത്ത് സ്കെയിൽസ്. ഈ ഒരൊറ്റ പോയിന്റ് നിങ്ങൾ എഴുതിയാൽ മതിയാവും. അതുപോലെ തന്നെ അഡാപ്റ്റേഷൻ ചോദിക്കുകയാണെങ്കിൽ എബിലിറ്റി ടു ചേഞ്ച് കളർ എന്ന് എഴുതാം. എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ കൺട്രോൾ ദ ഇൻസെക്റ്റ് പെസ്റ്റ് എന്ന് എഴുതാം. പൊതുവേ അധികവും ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ മാത്രമാണ് ചോദിക്കാറുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ്, അതല്ലെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നത് പിജിയൺ ആണ്. പിജിയണിൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്നത് പിന്നെ പ്രസൻസ് ഓഫ് വിങ്സ് എഴുതാം. അതുപോലെ തന്നെ ബീക്സ് പ്രസൻ്റ് ആണെന്നൊക്കെ നമുക്ക് എഴുതാം. പൊതുവെ പിജിയണുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത് അതിൻ്റെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷനാണ്. പറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഏതെങ്കിലും 2 പ്രത്യേകതകൾ എഴുതാൻ ചോദിക്കാറുണ്ട്. ഒന്ന് എഴുതിയാൽ മതി. ഇതിൽ ഏറ്റവും നല്ല മനോഹരമായൊരു പോയിൻ്റാണ് പ്രസൻസ് ഓഫ് ന്യൂമാറ്റിക് ബോൺസ്. ഇതെപ്പോഴും നമുക്ക് എഴുതാവുന്നൊരു പോയിൻ്റാണ്. അതുപോലെ പ്രസൻസ് ഓഫ് ഫെതേഴ്സ് എഴുതാം. വിങ്സ് പ്രസൻ്റാണ്, ചിറകുകളുണ്ട്. ഇതൊക്കെ ആർക്കും എഴുതാവുന്നൊരു പോയിൻ്റാണല്ലോ അല്ലേ. അതുപോലെ തന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ദ ഫുഡ്സ്. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി. വളരെ സിമ്പിളാണ്. ഒരേ ഒരു പോയിൻ്റാണ് ഒരു ഐറ്റത്തിൽ നമ്മൾ എഴുതേണ്ടത്. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിൻ്റായി നമുക്ക് പഠിക്കാനുള്ളത് റാബിറ്റിനെ പറ്റിയാണ്. റാബിറ്റിൻ്റെ ഫോട്ടോ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ദ ഗിവൺ ഓർഗാനിസം ഈസ് റാബിറ്റ് എന്ന് എഴുതാം. അതുപോലെ ഇവിടെ ചോദിക്കുക ഒന്നെങ്കിൽ റാബിറ്റിൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ ചോദിക്കും. ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവരുടെ ശരീരത്തിൽ നിറയെ ഫർ അല്ലെങ്കിൽ സോഫ്റ്റ് ഹെയറുകൾ, രോമങ്ങൾ ഉള്ളൊരു ജീവിയാണ്. സോ ബോഡി കവേർഡ് വിത്ത് ഫർ, FUR ആണ് ഫറിൻ്റെ സ്പെല്ലിംഗ്. അതുപോലെ തന്നെ ചോദിക്കാറുള്ളത് റാബിറ്റിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കാറുണ്ട്. എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് ഫുഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജീവിയാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫുഡ് എന്ന് മാത്രം എഴുതിയാൽ മതിയാവും. നമുക്ക് വളരെ എളുപ്പത്തിൽ വീണ്ടും നമ്മുടെ 2ാമത്തെ മാർക്ക് നമുക്ക് ഇതിലൂടെ സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മൊത്തം ഒരു ഇൻവെർട്ടിബ്രേറ്റ് പഠിച്ചു. 2ാമതായിട്ട് വെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള ഒരു ആനിമലിനെ നമ്മൾ പരാജയപ്പെട്ടു. ഇനി നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. സുവോളജി ലാബ് എക്സാമിൻ്റെ 3ാമത്തെ ചോദ്യമായിട്ട് വരിക ഒരു ജോയിൻറ്റിൻ്റെ ചിത്രമായിരിക്കും നിങ്ങൾക്ക് നൽകുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4 ജോയിൻറ്റുകളുണ്ട്. ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഈ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് കാണപ്പെടുന്നത് നമ്മുടെ ഷോൾഡറിലുണ്ടാവും, കൈകളുടെ ഷോൾഡറിൽ. അതുപോലെ ഹിപ്പ് ജോയിൻറ്റ് നമ്മുടെ പിന്നെ കാലിൻ്റെ തുടയിലും കാണപ്പെടുന്ന ജോയിൻ്റാണ് ഇത് കേട്ടോ. അതുപോലെ തന്നെ ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ജോയിൻറ്റുകളാണ്. അപ്പോൾ ഇത് കാണപ്പെടുന്നത് നീ ആൻഡ് എൽബോ. 3ാമത്തത് ഗ്ലൈഡിങ് ജോയിൻ്റ് ആണ്. നമ്മുടെ ആംഗിളിൽ കാണപ്പെടുന്ന ജോയിൻ്റാണ് ഗ്ലൈഡിങ് ജോയിൻറ്റ്. അതുപോലെ പൈവോട്ട് ജോയിൻറ്റ് നമ്മുടെ കഴുത്തിൽ കാണപ്പെടുന്ന ജോയിൻറ്റുകളാണ്. ഓക്കെ, ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ജോയിൻറ്റിൻ്റെ പിക്ചർ ചിലപ്പോൾ നിങ്ങൾക്ക് വെക്കും. ചില ടീച്ചേഴ്സ് ചിലപ്പം ഇതിന് പകരം നിങ്ങളുടെ സ്കൂളിലെ സ്കെലറ്റൽ സിസ്റ്റം ആയിരിക്കും വെക്കുക. അപ്പോൾ ഏതാണ് വെക്കുക എന്നുള്ളത് നിങ്ങളുടെ സുവോളജിയുടെ ടീച്ചർ നേരത്തെ നിങ്ങളോട് പറയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതിന് ഒരു മാർക്കിൻ്റെ ചോദ്യമായിരിക്കും വരിക. അപ്പോൾ ഈ ജോയിൻറ്റിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ പേരെഴുതിയാൽ, ഉദാഹരണമായിട്ട് ഈ ജോയിൻറ്റ് കണ്ടാൽ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എന്ന് എഴുതണം. ഇതിലേതെങ്കിലും ജോയിൻ്റ് ആണെങ്കിൽ ഹിഞ്ച് ജോയിൻറ്റ് എന്ന് എഴുതാം. ഇതാണെങ്കിൽ ഗ്ലൈഡിങ് ജോയിൻറ്റ്, ഇതാണെങ്കിൽ പൈവോട്ട് ജോയിൻറ്റ്. വേറെ കാര്യം ശ്രദ്ധിക്കുക, ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ച ചിത്രമാണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ എടുത്തിരിക്കുന്ന പ്രിൻ്റ് വേറെ മെറ്റീരിയൽസിൽ നിന്നോ നെറ്റിന് ഡൗൺലോഡ് ചെയ്തോ ആണെങ്കിൽ അതിൻ്റെ ഒരു രൂപം ചിലപ്പോൾ ചെറിയൊരു വേരിയേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് ഉള്ളത് എന്ന് സ്കൂളിലെ ലാബിൽ പോയിട്ട് ആ ചിത്രത്തിൻ്റെ ഷേപ്പ് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ എഴുതി വരണം. ഈ ജോയിൻറ്റിൻ്റെ പേര് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് മാർക്കാണ് ലഭിക്കുക. ഇനി ഇതിനോടൊപ്പം ഒരു പോയിൻ്റ് കൂടി നമുക്ക് എഴുതാനുണ്ടാവും. അപ്പോൾ ഒന്നുകിൽ ജോയിൻറ്റിൻ്റെ ഒരു പെക്യുലിയാരിറ്റി, ഒരു പ്രത്യേകത എഴുതാൻ പറയുകയാണെങ്കിൽ എല്ലാ ജോയിൻറ്റിനും എഴുതാവുന്ന ഒരു സ്വഭാവമാണ് ഈ 3 ജോയിൻ്റ് അല്ലെങ്കിൽ 4 ജോയിൻറ്റുകളും
ഫ്രീലി മൂവബിൾ ജോയിൻറ്റുകളാണ്. അപ്പോൾ മൂന്നിനും നിങ്ങൾ ഒരു പോയിൻ്റ് തന്നെ പഠിച്ചാൽ മതിയാവും. ഓക്കെ, ഇനി നിങ്ങളുടെ എക്സാമിനർ ഒരു ജോയിൻറ്റിൻ്റെ ലൊക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ജോയിൻറ്റുകൾ എവിടെയാണ് കാണപ്പെടുന്നത് എന്നത് എഴുതിയാൽ മതിയാവും. അപ്പോൾ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണെങ്കിൽ ഹിപ്പിൽ കാണാൻ പറ്റും, അതുപോലെ നമ്മുടെ ഷോൾഡറിൽ കാണാം. ഹിഞ്ച് ജോയിൻ്റ് നമ്മുടെ നീ, അത് കാൽമുട്ടാണ്, ഇത് കൈമുട്ട്, എൽബോ ജോയിൻ്റ് ലൊക്കേഷൻ. അതുപോലെ തന്നെ ഗ്ലൈഡിങ് ജോയിൻ്റ് കാണപ്പെടുന്നത് നമ്മുടെ ആംഗിൾ ജോയിൻ്റ്, നമ്മുടെ കാലുകളുടെ ആംഗിളിലാണ്. പൈവോട്ട് ജോയിൻ്റ് കാണപ്പെടുന്നത് ജോയിൻ്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ് വെർട്ടിബ്രെ. ഓക്കെ, അപ്പോൾ ഈ ലൊക്കേഷൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മൂന്നാമത്തെ ഒരു മാർക്ക് കൂടി നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം. നമ്മുടെ നാലാമത്തെ ചോദ്യവും ഒരു മാർക്കിൻ്റെ മറ്റൊരു ചോദ്യമാണ്. ഇതിൽ നമ്മൾ ഈ കാണുന്ന മോഡലുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എക്സാമിനർ ഈ കാണുന്നവയിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ മോഡലിൻ്റെ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവട്ടെ നിറത്തിലൊക്കെ. അപ്പോൾ ഈ ഒരു ജോയിൻറ്റിൽ ഏതെങ്കിലും ഒരു ജോയിൻറ്റ് നിങ്ങൾക്ക് അവിടെ ജോയിൻ്റ് അല്ല, ഈ ഒരു മോഡൽ നിങ്ങളുടെ ലാബിൽ എക്സിബിറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവർ ഒരു സ്റ്റിക്കർ ഒട്ടിക്കും, ഒരു റെഡ് കളർ സ്റ്റിക്കർ. ഉദാഹരണം ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാം, അതല്ലെങ്കിൽ ഈ കണ്ണിൻ്റെ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ സ്റ്റിക്കർ ഒട്ടിച്ച ഭാഗത്തിൻ്റെ പേരും അതിൻ്റെ ഫങ്ഷനും നമ്മൾ എഴുതണം. ഏത് ഭാഗമാണോ അടയാളപ്പെടുത്തിയത് അതിൻ്റെ പേര് എഴുതണം, അതിൻ്റെ ഒരു ഫങ്ഷൻ. അപ്പോൾ നമുക്ക് ഒരുപാട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്കൂളിൽ മിനിമം 4 മോഡലുകൾ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമാണ് ഒരു ബാച്ചിന് ചോദിക്കാം. അപ്പോൾ ഒരുപാട് മോഡൽസ് ഉള്ളതുകൊണ്ട്, ഒരുപാട് ഭാഗങ്ങളുള്ളത് കൊണ്ട് നിങ്ങളുടെ ടീച്ചർ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്യുക. പറ്റുന്ന ആളുകൾക്ക് എല്ലാ ഭാഗത്തിനെയും ഫങ്ഷൻസ് കൃത്യമായി മനസ്സിലാക്കുകയും വേണം. അപ്പോൾ നമുക്കൊന്ന് സാമ്പിൾ ചെയ്ത് നോക്കാം. ഉദാഹരണമായിട്ട് ഇതൊരു എക്സ്ക്രീറ്ററി സിസ്റ്റമാണല്ലോ. അപ്പോൾ ഇതിൽ പൊതുവെ കുറച്ച് വിസിബിളായ ഭാഗമൊക്കെ ആയിരിക്കും എക്സാമിനർ ചോദിക്കുക കേട്ടോ, കാരണം കുട്ടികൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ അത് ചോദിക്കാവുന്ന ഉദാഹരണത്തിന് എക്സ്ക്രീറ്ററി സിസ്റ്റമാണല്ലോ. ഈ കാണുന്നത് യുറേറ്ററാണ്. ഓക്കെ, സോ ഇത് യുറേറ്റർ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് യുറേറ്റർ എന്ന് എഴുതണം. അപ്പോൾ യുറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താ നമുക്കറിയാം. ഇത് കിഡ്നിയാണ്, ഇവിടെ യൂറിൻ ഫോം ചെയ്യും. ആ യൂറിൻ ഇതിലൂടെ കടന്ന് ഇവിടെ എത്തും. ഇതാണ് യൂറിനറി ബ്ലാഡർ. ഈ ബ്ലാഡറിലാണ് യൂറിൻ സ്റ്റോർ ചെയ്യുന്നത്, അല്ലെ മൂത്രം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ കിഡ്നിയിൽ ഉണ്ടാകുന്ന യൂറിൻ ബ്ലാഡറിലേക്ക് എത്തിക്കുന്നത് ഈ യുറേറ്റർ വഴിയാണ്. ഓക്കെ, അതുപോലെ ഇതാണ് യൂറിനറി ബ്ലാഡർ. ഇതാണ് ഇറ്റ് സ്റ്റോർ യൂറിൻ എന്ന് നമുക്ക് എഴുതാം. ഇത് യൂറിനറി ബ്ലാഡറിൻ്റെ പുറത്തോട്ടുള്ള ഔട്ട്ലെറ്റാണ്. ഇതിൻ്റെ പേരാണ് യുറീത്ര. ബ്ലാഡറിൽ നിന്നും യൂറിൻ പുറത്തോട്ട് പോകുന്ന ഭാഗമാണ്. അതുപോലെ ഇവിടെ നമുക്ക് റീനൽ ആർട്ടറി, റീനൽ വെയിൻ ഒക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ എല്ലാ അവയവങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇപ്പോൾ ഉദാഹരണമായി രണ്ടാമത്തെ ഒരു ഓർഗാനാണ് ഇത്. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു മോഡലാണ്. അധികവും നിങ്ങളെ ബുദ്ധിമുട്ടാക്കാനൊന്നും എക്സാമിന് ശ്രമിക്കില്ല. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ചോദിച്ചാൽ ഉദാഹരണമായി നമ്മൾ ഈ കാണുന്ന ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള ഈ ഒരു ഭാഗം ഇതാണ് സെറിബ്രം. അപ്പോൾ സെറിബ്രത്തിൻ്റെ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കഡ് പാർട്ട് സെറിബ്രം എന്ന് എഴുതണം. അതിനുശേഷം ഇതിൻ്റെ ഫംഗ്ഷൻ എഴുതാം. നമുക്കറിയാം സെറിബ്രത്തിൻ്റെ ഫംഗ്ഷനാണ് നമ്മുടെ തിങ്കിങ്, അതുപോലെ നമ്മുടെ സെൻസറി ഓർഗാൻ, കാഴ്ച, കേൾവി, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നവരാണ് ഈ കാണുന്ന സെറിബ്രമാണ്. പിന്നെ മറ്റൊരു ഭാഗമാണ് ഇതാണ് സെറിബെല്ലം. ഓക്കെ, സെറിബെല്ലത്തിൻ്റെ ഫംഗ്ഷനാണ് മസിൽ കോർഡിനേഷൻ. അപ്പോൾ ഇവിടെയാണ് സ്റ്റിക്കർ ഒട്ടിച്ചതെങ്കിൽ നിങ്ങൾ സെറിബെല്ലം എഴുതി കഴിഞ്ഞാൽ ഹാഫ് മാർക്ക് കിട്ടും. അതിൻ്റെ ഫംഗ്ഷൻ എന്ത് എഴുതണം? മസിൽ കോർഡിനേഷൻ എഴുതി കഴിഞ്ഞാൽ വീണ്ടും ഹാഫ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് തലാമസ് ഉണ്ട്, ഹൈപ്പോതലാമസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ലാബിൽ ചെയ്യാൻ നമ്മൾ ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. എന്നാലും കൂടുതലൊക്കെ സെറിബെല്ലും ഒക്കെ ആയിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കാം. ഓക്കെ, മറ്റൊന്നാണ് നമ്മുടെ കണ്ണിൻ്റെ ഒരു മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ കണ്ണിൻ്റെ മോഡലിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ഇതിൻ്റെ ഈ വൈറ്റ് കളേർഡ് പാർട്ട് നമ്മൾ സ്ക്ലീറ എന്നാണ് വിളിക്കുക, സ്ക്ലീറ. ഓക്കെ, ഈ സ്ക്ലീറയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പ് കൊടുക്കുന്നതും ഉറപ്പ് നൽകുന്നതൊക്കെ എന്താണ്? ഈ കാണുന്ന സ്ക്ലീറയാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ഇത് കണ്ണിൻ്റെ ഫ്രണ്ട് പാർട്ടാണ്. ഈ കാണുന്നതാണ് ഒപ്റ്റിക് നെർവ് എന്ന് വിളിക്കുന്ന ഭാഗം. ഈ ഒപ്റ്റിക് നെർവിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്നും ഇമ്പൾസുകൾ നമ്മളെ ബ്രെയിനിലേക്ക് അയക്കുന്നത് ഒപ്റ്റിക് നെർവ് വഴിയാണ്. സോ സെൻഡ് ഇമ്പൾസ് ഫ്രം ദ ഐ ടു ദ ബ്രെയിൻ.
അതുപോലെ തന്നെ ഇതാണ് പുപ്പിൾ. ഇതിലൂടെയാണ് പിന്നെ നമ്മുടെ കണ്ണിൻ്റെ അകത്തോട്ട് ലൈറ്റ് കടന്നു പോകുന്നത്. ഇവിടെ കോർണിയ ഉണ്ട്. കോർണിയയും അതിൻ്റെ ഫങ്ഷൻ നമ്മുടെ ട്രാൻസ്പാരൻ്റ് ആയ ലെയറാണ് കോർണിയ. അതിലൂടെയാണ് ലൈറ്റിനെ ഉള്ളിലോട്ട് സ്വീകരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ തരുന്നുണ്ട്. അതിൻ്റെ ഫങ്ഷൻ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. എല്ലാ ഭാഗത്തിൻ്റെയും ഫങ്ഷൻ നമുക്ക് പറയാൻ സമയം ഉണ്ടാവില്ല. അത് പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ക്ലാസ് സബ്ജക്റ്റ് ടീച്ചറോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചെവിയുടെ ഒരു മോഡൽ തരാം. ഇവിടെ ചെവിൻ്റെ മോഡലിൻ്റെ ഭാഗങ്ങളൊക്കെ ലാബിൽ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും എക്സാമിൽ നിങ്ങൾ കാണാൻ സാധിക്കില്ല. അപ്പോൾ ചെവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുറമുള്ള ഈ ഒരു ഭാഗമാണ് പിന്നെ എന്ന് വിളിക്കുന്ന ഭാഗം. ഇതാണ് സൗണ്ട് വേവുകളെ ചെവിൻ്റെ അകത്തോട്ട് കടത്തിവിടുന്നത്. ഓക്കെ, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ചെവിയുടെ അകത്തുള്ള ഇതാണ് നമ്മുടെ ഇയർ ഡ്രം എന്ന് വിളിക്കുന്നൊരു ഭാഗം. അപ്പോൾ ഇതാണ് സൗണ്ട് വരുന്ന സമയത്ത് അതിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഇയർ ഡ്രം. ഓക്കെ, അതുപോലെ ഇത് ചെവിയുടെ ഇന്നർ ഇയറിൽ കാണപ്പെടുന്ന ഈ ഒരു ഭാഗം, ഈ കണ്ടില്ലേ 3 സർക്കുലാർ ഷേപ്പ് കണ്ടില്ലേ, ഇതാണ് സെമി സർക്കുലാർ കനാലുകൾ. ഈ സെമി സർക്കുലാർ കനാലുകളുടെ ഫങ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഫങ്ഷൻ എന്താണ് നമ്മൾ എഴുതുക, നമ്മളെ ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്നുണ്ടല്ലേ, ഇക്വിലിബ്രിയത്തിന് വേണ്ടി സഹായിക്കുന്നതാണ് ഈ കാണുന്ന സെമി സർക്കുലാർ കനാലുകൾ. ഈ ഒരു ഭാഗം കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു ഭാഗമാണ് ഇവിടെ കാണുന്ന ഇതാണ് നമ്മുടെ കോക്ലിയ എന്ന് വിളിക്കുന്ന ഭാഗം. ഈ കോക്ലിയയുടെ ഫങ്ഷൻ നമുക്കറിയാം ഓർഗാൻ ഓഫ് ഹിയറിംഗ് ആണ്, കേൾക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ സ്കൂളിലെ മോഡൽ നോക്കി നിങ്ങൾ അവിടുത്തെ മോഡലിൽ തന്നെ മനസ്സിലാക്കണേ. ആൻഡ് അനദർ വൺ ഈസ് നമ്മുടെ ഹാർട്ടാണ്. ഹൃദയത്തിൻ്റെ ഒരു മോഡൽ തരും. ഹൃദയത്തിൻ്റെ പ്രധാനപ്പെട്ട സിമ്പിളായി ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്ത് കാണുന്ന ബൈക്കസ്പിഡ് വാൾവും ഇതാണ് ട്രൈക്കസ്പിഡ് വാൾവ്. ഈ വാൾവുകളുടെയൊക്കെ പേര്. ഓക്കെ, ഈ വലതുഭാഗത്ത് പിന്നെ റൈറ്റ് സൈഡ് കാണപ്പെടുന്നത് ട്രൈക്കസ്പിഡ് വാൾവാണ്, വലതുഭാഗത്ത് കാണപ്പെടുന്നത് ബൈക്കസ്പിഡ് വാൾവാണ്. ഓക്കെ, ഈ വാൾവുകളുടെ പേര് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഹാഫ് മാർക്ക് കിട്ടും. അതുപോലെ വാൾവിൻ്റെ ഫങ്ഷൻ നമ്മൾ എഴുതണം. അത് ബ്ലഡിൻ്റെ ബാക്ക് ഫ്ലോ, ബ്ലഡ് ബാക്ക് സൈഡിലോട്ട് ഒഴുകുന്നത് തടയുന്നത് ഈ വാൾവുകളാണ് എന്ന് എഴുതിയാൽ മതിയാവും. സോ പ്രിവെൻറ്റ് ബാക്ക് ഫ്ലോ ഓഫ് ദ ബ്ലഡ്. ഓക്കെ, മറ്റൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു കാണുന്ന ഭാഗം, നമ്മുടെ ഹൃദയത്തിൻ്റെ ഈ ഒരു ഭാഗം, ഇതാണ് അയോർട്ട. ഓക്കെ, ഈ അയോർട്ടയിലൂടെയാണ് ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലോട്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. സോ അയോർട്ടയുടെ ഫങ്ഷൻ പമ്പ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. ഓക്കെ, ഇനി നമുക്ക് സുവോളജി ലാബ് എക്സാമിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ഒരു മസിൽ ടിഷ്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ 3 മസിൽസിൻ്റെ ചിത്രങ്ങൾ നമ്മൾ റെക്കോർഡിൽ വരച്ചിട്ടുണ്ട്. സ്ട്രയേറ്റഡ് മസിൽസ്, നോൺ സ്ട്രയേറ്റഡ് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽ. ഇതിലേതെങ്കിലും ഒരു മസിൽ ടിഷ്യൂ നിങ്ങളുടെ ലാബിലെ മൈക്രോസ്കോപ്പിൽ ഇതുപോലെ എക്സിബിറ്റ് ചെയ്യും. ഒരു ബാച്ചിന് 3ൽ 1 മസിൽ ടിഷ്യൂ ആയിരിക്കും തരിക. അത് മൈക്രോസ്കോപ്പിൽ നിങ്ങൾ നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ പേര് എഴുതുകയും അതിൻ്റെ ചിത്രം നിങ്ങൾ റെക്കോർഡിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മനോഹരമായി വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തിയും വേണം. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മുടെ മനസ്സിൽ വരേണ്ടത് 3 മസിൽസ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുക. മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് ആ മസിൽ ടിഷ്യൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയല്ല മൈക്രോസ്കോപ്പിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ഉദാഹരണമായി ഇത് സ്ട്രയേറ്റഡ് മസിലാണ് ഈ കാണുന്നത്. ഈ സ്ട്രയേറ്റഡ് മസിലിൻ്റെ ചിത്രം നമുക്ക് മൈക്രോസ്കോപ്പിൽ നോക്കട്ടോ. ഇതുവരെ യാതൊരു ബന്ധവും ഉണ്ടാകും. നോക്കിയേ, കണ്ടോ, ഒരു ഫ്രഞ്ച് ഫ്രൈസോ പോലെ ന്യൂഡിൽസോ പോലെ കണ്ടില്ലേ. ഓക്കെ, ഈ രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മൈക്രോസ്കോപ്പിൽ, നിങ്ങളെ സ്കൂൾ മൈക്രോസ്കോപ്പിൽ ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെയൊക്കെ നിറവും ഇതിൻ്റെ ഷേപ്പൊക്കെ നോട്ട് ചെയ്യുക. എന്നിട്ട് അത് റഫ് നോട്ട്ബുക്കിൽ എന്ത് ചെയ്യാം, വരച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളിത് കണ്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് എന്ത് ചെയ്യാം, റെക്കോർഡിൽ പിന്നെ നിങ്ങൾ എക്സാമിന് ഈ ഒരു ചിത്രം വരയ്ക്കുക, അതിൻ്റെ ഭാഗം അടയാളപ്പെടുത്തി എക്സാമിന് സബ്മിറ്റ് ചെയ്യുക. ഇനി 2ാമതായിട്ട് വരാവുന്നതാണ് സ്മൂത്ത് മസിൽ. ഇതാണ് സ്മൂത്ത് മസിൽ, അല്ലെ നോൺ സ്ട്രയേറ്റഡ് മസിൽ എന്നും വിളിക്കും. നോൺ സ്ട്രയേറ്റഡ് മസിലിൻ്റെ വേറെ പേരാണിത് സ്മൂത്ത് മസിൽ. അപ്പോൾ അതിൻ്റെ ഒരു മൈക്രോസ്കോപ്പിലെ വ്യൂ നമ്മൾ നോക്കാം കേട്ടോ. ഇതുപോലെയാണ്. നിങ്ങളെ സ്കൂളത്തെ ചിത്രമായിട്ട് വ്യത്യാസം ഉണ്ടോ നോക്കണം, എനിക്കറിയില്ല, നിങ്ങൾ അതൊന്ന് കൺഫേം ചെയ്യുക. അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മൈക്രോസ്കോപ്പിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ വരക്കണം. 3ാമത്തതാണ് കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ ഇങ്ങനെ മൈക്രോസ്കോപ്പിലുള്ള നമുക്ക് നോക്കാം അല്ലേ. വെയിറ്റ്, ഇതാണ് നമ്മളെ സ്കൂളിലെ
കാർഡിയാക് മസിലിൻ്റെ ചിത്രം. ഓക്കെ, ഇതുപോലെ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളുടെ സ്കൂളിൽ വരിക. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ സുവോളജി ലാബ് ചെയ്യുന്ന 6 ബാച്ച് ഉണ്ടെങ്കിൽ 6 ബാച്ചിലെ കുട്ടികൾക്കും ഇതെന്ത് ചെയ്യും, റൊട്ടേഷൻ ബേസിൽ എക്സാമിനർക്ക് തോന്നുന്ന രൂപത്തിൽ അവരിങ്ങനെ മാറി മാറി കൊടുക്കും. ഇത് തെറ്റാൻ വളരെ സാധ്യത കൂടിയ ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇന്ന് തന്നെ അടുത്ത ദിവസം നിങ്ങളുടെ ലാബിൽ പോയിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ടീച്ചറോട് ഈ 3 മസിൽ ടിഷ്യൂസും എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ എഴുതിയെടുക്കുകയും എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് മൈക്രോസ്കോപ്പിൽ നോക്കി ഐഡൻറ്റിഫൈ ചെയ്യുക, ചിത്രം വരയ്ക്കുക. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാം സ്ട്രൈറ്റഡ് മസിൽ എന്ന് കാണാം. എക്സാമിനർ ഇതൊക്കെ മറച്ച് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സാം നടത്തുക കേട്ടോ. ഓക്കെ, ഇനി 6ാമത്തെ ക്വസ്റ്റ്യനും ഇതുപോലുള്ള ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടാണ്. അതായത് എംബ്രിയോളജി സ്ലൈഡുകളായിരിക്കും. ഒന്നെങ്കിൽ ഓവറിയുടെ TS, അല്ലെങ്കിൽ ടെസ്റ്റിസ്, അതും അല്ലെങ്കിൽ ബ്ലാസ്റ്റുല. ഏതെങ്കിലും ഒരു മൈക്രോസ്കോപ്പിൽ സ്ലൈഡ് ഇതിങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഞാൻ ഇവിടെ 3 എണ്ണം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് 1 മാത്രമേ നിങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഏതാണ്, ഇതിപ്പോൾ ടെസ്റ്റിസിൻ്റെ ക്രോസ് സെക്ഷനാണ്. അപ്പോൾ ടെസ്റ്റിസിൻ്റെ മൈക്രോസ്കോപ്പിക് വ്യൂ നമുക്കൊന്ന് നോക്കാം. കണ്ടോ? ഓക്കെ, ഇതുപോലെയാണ് ഏകദേശം വരിക. അത്ര വ്യൂ ആവില്ല നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുക. അതുകൊണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ടെസ്റ്റിസിൻ്റെ ചിത്രം ഇതിൽ കാണുന്നത് പോലെ വരയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഇതല്ലാത്ത ടെസ്റ്റിസിൻ്റെ വേറെ ഡയഗ്രാംസ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളത്തെ ടീച്ചർ തന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമതായിട്ട് വരാവുന്ന സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഓവറിയുടെ ക്രോസ് സെക്ഷൻ. അപ്പോൾ ഒരു ഓവറിയുടെ ചിത്രം ഇതാണ്. നിങ്ങളിത് തന്നെ വരക്കണമെന്നില്ല, നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് നൽകിയ ചിത്രം വരച്ചാൽ മതി, ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിലും. അപ്പോൾ ഓവറി മൈക്രോസ്കോപ്പിൽ കാണുന്ന സമയത്തുള്ള ലുക്ക് നോക്കാം നമുക്ക്. ഓക്കെ, ഇതിനെ നമുക്ക് നമ്മുടെ മസിൽ ടിഷ്യൂസുമായിട്ടൊക്കെ നിറത്തിലൊക്കെ ഭയങ്കര സാമ്യത ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ആവേണ്ട. 6ാമത്തെ ക്വസ്റ്റ്യനിൽ മസിൽ ഒറ്റൊന്നും വരില്ലല്ലോ. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ടെസ്റ്റിസ്, ഓവറി, ബ്ലാസ്റ്റുല 3 എണ്ണം മാത്രം മനസ്സിൽ മതി കേട്ടോ. ഓക്കെ, ഇനി തേർഡ് വണ്ണാണ്. ഓക്കെ, ഇതാണ് 3ാമത്തത്, ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. ഇത് ബ്ലാസ്റ്റോസിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് മനസ്സിലാവും, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി മൈക്രോസ്കോപ്പിൽ നോക്കുന്ന സമയത്തും ഏകദേശം ഇതേ രൂപത്തിലാണ് ഉണ്ടാവുക. ബ്ലാസ്റ്റുല, ഫ്രോഗിൻ്റെ ബ്ലാസ്റ്റുലയാണ്. ഉണ്ടല്ലോ, ഉള്ളിലൊരു ഒഴിഞ്ഞ പാർട്ടൊക്കെ ഉണ്ടല്ലോ, അത് നോക്കി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഓക്കെ, അതാ ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 6ാമത്തെ ക്വസ്റ്റ്യനിൽ ടെസ്റ്റിസ്, ഓവറി ഓർ ബ്ലാസ്റ്റുല തരും. ഇതും തെറ്റിപ്പോയി കഴിഞ്ഞാൽ 2 മാർക്കാണ് നമുക്ക് നഷ്ടമാവുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. കൃത്യമായി നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്യുകയും ഇതിന് ചിത്രം വരയ്ക്കുകയും വേണം. അപ്പോൾ നമ്മൾ മസിൽ ടിഷ്യൂ ഉണ്ട്, തൊട്ടു താഴെ നമ്മുടെ ടെസ്റ്റിസ്, ഓവറി, ബ്ലാസ്റ്റുല ഉണ്ട്. 2 ക്വസ്റ്റ്യനാണ്. 5ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ 3 മസിൽസ് മാത്രം മനസ്സിൽ വിചാരിച്ച് മൈക്രോസ്കോപ്പിൽ നോക്കുക. 6ാമത്തെ ക്വസ്റ്റ്യനിൽ ടെസ്റ്റിസ്, ഓവറി, ബ്ലാസ്റ്റുല മാത്രം മനസ്സിൽ വിചാരിച്ച് മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ മതി. കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മുടെ ലാബ് എക്സാമിലെ 7ാമത്തെ ക്വസ്റ്റ്യനാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സിമ്പിളായ, ഒരു അധ്വാനവുമില്ലാതെ നമുക്ക് നേടിയെടുക്കാവുന്ന 3 മാർക്കാണ്. അതായത് ഒന്നെങ്കിൽ ഇവിടെ വരുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് ദ കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതല്ലെങ്കിൽ വിസറ ഓഫ് ദ ഫ്രോഗ്. ഓക്കെ, ഈ 2 ഏതെങ്കിലും ഒന്നിൻ്റെ ചിത്രം വരക്കുന്നതിനാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്ന് തന്നെ വീട്ടിൽ നിന്ന് ഈ 2 ചിത്രവും വളരെ മനോഹരമായി വരക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാം. ഇത് 2ഉം സ്വന്തമായിട്ട് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഓൺ സ്പോട്ടിൽ നമ്മൾ വരക്കണം. ഓക്കെ, ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ ഒരു ബാച്ചിന് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണെങ്കിൽ മറ്റൊരു ബാച്ചിന് എക്സാമിനർ എന്ത് ചെയ്യും, ഫ്രോഗിൻ്റെ വിസറ കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ 4 ഭാഗങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സലൈവറി ഗ്ലാൻഡ്, ക്രോപ്പ്, ഗിസാർഡ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 4 ഭാഗങ്ങൾ ലാബിൽ ചെയ്യണം. അത് ഏതാണ് അടയാളപ്പെടുത്തേണ്ടത് എന്ന് നിങ്ങളുടെ എക്സാമിനറാണ് തീരുമാനിക്കുന്നത്, എക്സ്റ്റേണൽ എക്സാമിനറാണ് തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 ഡയഗ്രവും കാണാതെ വരക്കാൻ പഠിക്കുക. ഇതിലെ എല്ലാ ഭാഗങ്ങളും അടയാളപ്പെടുത്താനും നിങ്ങൾ പ്രാക്ടീസ്ഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് നല്ല രൂപത്തിൽ ഈ 3 മാർക്ക് വളരെ ഒരു അധ്വാനവുമില്ലാതെ സിമ്പിളായി കിട്ടാവുന്ന മാർക്കാണ് ഇത്. ഓക്കെ,
ഇനി നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാത്തോജനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മുൻപിൽ ഒരു ചിത്രം സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ചിത്രം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു പാത്തോജൻ രോഗാണുവിൻ്റെ ചിത്രമാണ് തന്നിരിക്കുക. ഒന്നെങ്കിൽ അത് പ്ലാസ്മോഡിയത്തിൻ്റെ ചിത്രമായിരിക്കാം, അല്ലെങ്കിൽ ആസ്കാരിസ് ആവാം, അതല്ലെങ്കിൽ എൻഡമീബയാവാം, അതുമല്ലെങ്കിൽ റിംഗ് വർം. ഓക്കെ, ഇത് 4ൽ ഏതെങ്കിലും ഒരു ചിത്രം നിർബന്ധമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്ലാസ്മോഡിയത്തിൻ്റെ വേറെയും ചിത്രങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂളത്തെ ലാബിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്മോഡിയത്തിൻ്റെ ചിത്രം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെ മൈൻഡിൽ വേണം. ഇത് പോരാ കേട്ടോ. അതുപോലെ റിംഗ് വേമിൻ്റെ ചിത്രം വേറെ ഉണ്ട്. റിംഗ് വേം അസുഖമുള്ള ആളുടെ ബോഡിയുടെ ഭാഗത്തിൻ്റെ ചിത്രവും കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇമേജസ് നിങ്ങളുടെ സ്കൂളിൽ നൽകിയിരിക്കുന്ന ചിത്രം തന്നെ നോക്കണേ. അപ്പോൾ നമ്മളോട് ഇവിടെ 3 കാര്യങ്ങളാണ് ചോദിക്കുക. ഒന്നാമതായിട്ട് ഈ പാത്തോജൻ്റെ പേര്. അപ്പോൾ ഇതാണ് തരുന്നതെങ്കിൽ ആസ്കാരിസ് എന്നതാണ് പാത്തോജൻ, രോഗാണുവിൻ്റെ പേര്. ഇനി ഇയാൾ ഉണ്ടാക്കുന്ന അസുഖത്തിൻ്റെ പേര് എഴുതണം, അതാണ് ആസ്കാരിയാസിസ്. ഈ രോഗാണു, ഈ അസുഖത്തിൻ്റെ ഏതെങ്കിലും 2 ലക്ഷണങ്ങൾ, ഉദാഹരണമായിട്ട് ഇൻറ്റേർണൽ ബ്ലീഡിങ്, മസ്കുലാർ പെയിൻ ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, രണ്ടാമത് നമ്മോട് ചോദിക്കുക എൻഡമീബ എന്ന ജീവിയുടെ ഫോട്ടോ ആണിത്. അപ്പോൾ നമ്മൾ എഴുതണം ദ പാത്തോജൻ ഈസ് എൻഡമീബ, അതല്ലെങ്കിൽ അതിൻ്റെ ഫുൾ നെയിം എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഇയാൾ ഉണ്ടാക്കുന്ന അസുഖത്തിൻ്റെ പേരാണ് അമീബിയാസിസ്. അതുപോലെ തന്നെ ഇതിൻ്റെ സിംറ്റംസ് അബ്ഡോമിനൽ പെയിൻ, വയറുവേദന ഉണ്ടാവും, അതുപോലെ തന്നെ അൾസർ ഉണ്ടാവും എന്നതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി 3ാമത്തെ പാത്തോജനായി വരിക പ്ലാസ്മോഡിയമാണ്. പ്ലാസ്മോഡിയത്തിൻ്റെ ചിത്രമാണ് ഞാൻ തന്നതല്ലാത്ത ഡയഗ്രാംസും ടീച്ചേഴ്സും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഡയഗ്രാമാണുള്ളത് നോക്കുക. പ്ലാസ്മോഡിയം എന്നെഴുതുക. രോഗത്തിൻ്റെ പേര് നമുക്കറിയാം, അതാണ് മലേറിയ എന്നെഴുതുക, അല്ലേ? മലേറിയ അസുഖം ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയമാണ്. ഇതിൻ്റെ സിംറ്റംസ് ഫീവറാണ്, പനിയാണ്, അതുപോലെ ചില്ലിങ്, ഷിവറിങ്, വിറയലും പനിക്ക്, അതുപോലെ തണുക്കുന്ന അവസ്ഥയും വിറയലൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഓക്കെ, ഇനി 4ാമത്തെ ജീവിയാണ് റിംഗ് വേം അസുഖം ഉണ്ടാക്കുന്ന പാത്തോജൻ. ഓക്കെ, ഈ റിംഗ് വേമിൻ്റെ വേറൊരു ചിത്രവും വരാറുണ്ട്. ഈ റിംഗ് വേം അസുഖം ബാധിച്ച ഒരാളുടെ ശരീരഭാഗം കാണിക്കാറുണ്ട്. ഓക്കെ, അതാണെങ്കിൽ അതും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാത്തോജൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ, മൈക്രോസ്പോറം. നിങ്ങൾ 3 പേര് പഠിക്കേണ്ട ഏതെങ്കിലും ഒരു പാത്തോജൻ്റെ പേര് നിങ്ങൾ എഴുതിയാൽ മതിയാവും കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഇതുണ്ടാക്കുന്ന അസുഖത്തിൻ്റെ പേരാണ് റിംഗ് വേം ഡിസീസ്. ഓക്കെ, ഇനി ഇതിൻ്റെ സിംറ്റംസ് ആണ് അപ്പിയറൻസ് ഓഫ് ഡ്രൈ സ്കേലി ലെഷൻസ്, അതുപോലെ ഇച്ചിങ്, ചൊറിച്ചിലുണ്ടാവും. ഇത് എഴുതിയാൽ മതിയാവും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അവസാനമായിട്ട് ഈ 4ഉം അല്ലെങ്കിൽ ഇപ്പോൾ 4 ഈ പാത്തോജൻസ് മൊത്തത്തിൽ 4 ഉണ്ടല്ലോ, ഇത് 4ഉം അല്ലാത്ത മറ്റൊരു ചാൻസ് കൂടി ഉള്ളത്, ഇത് 4 ചോദിക്കുന്നില്ലെങ്കിൽ പിന്നെ അതേ നമ്പർ ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ഹോമോലോഗസ് ആൻഡ് അനലോഗസ് ഓർഗാൻസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ചിത്രം തരും. ഇത് നമുക്ക് കാണാം, മനുഷ്യൻ്റെയും ചീറ്റ, വെയിൽ ആൻഡ് ബാറ്റ്, ഇവരുടെ 4 ലിംബാണല്ലോ. സോ ഇത് ഹോമോലോഗസ് ഓർഗാൻസ് ആണ്. അപ്പോൾ ഈ ചിത്രം തന്നിട്ട് ഏത് തരം ഓർഗാൻസ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരം ഹോമോലോഗസ് ഓർഗാൻസ് എന്ന് നമ്മൾ എഴുതണം. ഇത് കൂടാതെ ഇതിൻ്റെ പ്രാധാന്യം കൂടി നമ്മൾ എഴുതണം. നമ്മൾ നേരത്തെ +2 ക്ലാസ്സിൽ പഠിച്ചതാണ് ഹോമോലോഗസ് ഓർഗാൻസ് കോമൺ ആൻസിസ്റ്റർ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്, അല്ലേ? അത് നമ്മൾ എഴുതണം. അതുപോലെ തന്നെ ഹോമോലോഗസ് ഓർഗാൻസിൻ്റെ എവല്യൂഷനെ നമ്മൾ ഡൈവർജൻ്റ് എവല്യൂഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ആ 2 പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, 2 മാർക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇവിടെ താഴെ നൽകിയിരിക്കുന്നത് ഒരു ബേർഡിൻ്റെയും ഒരു ഇൻസെക്റ്റിൻ്റെയും വിങ്സ് ആണ്. ഇത് രണ്ടും എന്തിന് എക്സാമ്പിളാണ്? അനലോഗസ് ഓർഗാൻസിന് എക്സാമ്പിളാണ്, അല്ലേ? അനലോഗസ് ഓർഗാൻസ് പറഞ്ഞാൽ ഓർഗാൻസ് വിത്ത് സെയിം ഫങ്ഷൻ ബട്ട് ഡിഫറൻറ്റ് സ്ട്രക്ചറാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആ ഒരു ഡെഫിനിഷൻ കൂടി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ അനലോഗസ് ഓർഗാൻസ് ഡിഫറൻറ്റ് ആൻസിസ്റ്റേഴ്സ് ഉണ്ട് എന്നതിൻ്റെ എവിഡൻസാണ്. അതുകൂടാതെ ഇവ കൺവെർജൻ്റ് എവല്യൂഷന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പാത്തോജൻ ചോദിക്കാം, അതല്ലെങ്കിൽ എക്സാമിനർ ഹോമോലോഗസ് അല്ലെങ്കിൽ അനലോഗസ് ഓർഗാൻസ് ആയിരിക്കും ചോദിക്കുക. ഓക്കെ, 9ാമത്തെ ചോദ്യം വരുന്നത് ഒന്നെങ്കിൽ ചീക്ക് എപ്പിത്തീലിയം അതല്ലെങ്കിൽ ബ്ലഡ് സ്മിയർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും.
അപ്പോൾ ചീക്ക് എപ്പിത്തീലിയം നിങ്ങൾക്കറിയാം, സ്ലൈഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ കവിളിൽ നിന്നും ചീക്ക് എപ്പിത്തീലിയം കളക്ട് ചെയ്യുകയും അത് നമ്മൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. അതിനുശേഷം ഇത് മൈക്രോസ്കോപ്പിൽ വെച്ച ശേഷം നമ്മൾ എക്സാമിനറെ വിളിച്ച് അത് കാണിച്ചു കൊടുക്കുകയും വേണം. അതുകൂടാതെ നമ്മുടെ എക്സാം ആൻസർ ഷീറ്റിൽ ചീക്ക് എപ്പിത്തീലിയത്തിൻ്റെ നല്ലൊരു ഡയഗ്രാം, ഇതുപോലെ ഒരു സിംഗിൾ സെല്ലിൻ്റെ ഡയഗ്രാം വരച്ച് നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, അതുപോലെ തന്നെ ഇത് വരച്ച് കാണിക്കൽ നിർബന്ധമാണ്. അതുപോലെ മൈക്രോസ്കോപ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ള സ്ലൈഡ് എക്സാമിനറെ വിളിച്ച് നേരിട്ട് കാണിക്കുകയും വേണമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ചീക്ക് എപ്പിത്തീലിയം അല്ലെങ്കിൽ നമുക്ക് വരുന്നത് ഹ്യൂമൻ ബ്ലഡ് സ്മിയർ ആണ്. ബ്ലഡ് സ്മിയർ തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ സ്ലൈഡുകൾ വെക്കേണ്ട പൊസിഷൻസൊക്കെ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ സ്ലൈഡ് പ്രിപ്പറേഷൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നില്ല. സാധ്യമാവുകയാണെങ്കിൽ നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇതിനു വേണ്ടി ചെയ്യുന്നതാണ്. ബ്ലഡിൻ്റെ സ്മിയർ തയ്യാറാക്കിയ ശേഷം അത് നമ്മളെ എക്സാമിനറെ കാണിക്കണം. നമ്മളെ ലാബ് എക്സാമിന് വന്ന സാറെ കാണിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഇതിലെ ഏതെങ്കിലും ഒരു ബ്ലഡ് സെല്ലിൻ്റെ ഡയഗ്രാം നമ്മൾ വരച്ച് പിന്നെ നമ്മുടെ മെയിൻ ഷീറ്റിൽ ചിത്രമായിട്ട് വരച്ച് കാണിക്കുകയും വേണം. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു സെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBC സെല്ലായതുകൊണ്ട് നിങ്ങൾ നല്ലൊരു RBC സെല്ലിൻ്റെ ചിത്രം ഇതുപോലെ വരച്ചാൽ മതിയാവും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സെല്ലെന്ന് പറഞ്ഞാൽ ന്യൂട്രോഫിൽ സെല്ലുകളാണ്. ഏതെങ്കിലും ഒരു ന്യൂട്രോഫിൽ സെല്ലിൻ്റെ ഡയഗ്രാം വരച്ചാലും മതിയാവുന്നതാണ്. അതുപോലെ തന്നെ ബ്ലഡ് സെല്ലുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള വൈവ ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ RBC ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സെല്ലുകളുടെ പേര് ചോദിക്കാം. അതല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും ചോദിക്കുക നമ്മുടെ ബ്ലഡ് സ്മിയർ തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റൈനിൻ്റെ പേര് നമ്മളോട് ചോദിക്കും. ബ്ലഡ് സ്മിയർ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റൈനിൻ്റെ പേരാണ് ലെയ്ഷ്മാൻ സ്റ്റെയിനാണ്. ഇതിൻ്റെ പേര് എക്സാമിനർ പലപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചീക്ക് എപ്പിത്തീലിയം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയിനുണ്ട്. ആ സ്റ്റെയിനിൻ്റെ പേര് കൂടി എക്സാമിന് വൈവ ക്വസ്റ്റ്യൻസായി നമ്മോട് ചോദിക്കും. മെഥിലിൻ ബ്ലൂ ആൽക്കലൈനാണ് നമ്മൾ സാധാരണയായിട്ട് ചീക്ക് എപ്പിത്തീലിയത്തിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. സുവോളജി ലാബ് എക്സാമിലെ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് ബയോകെമിക്കൽ എക്സ്പെരിമെൻറ്റ്. ബയോകെമിക്കൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇതുപോലെ 2 ടെസ്റ്റ് ട്യൂബുകൾ നൽകപ്പെടും. ഒന്ന് A എന്നും B എന്നും ലാബിൽ ചെയ്യും. സോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആയിരിക്കും. ടു സാമ്പിൾസ് ആർ ഗിവൺ, ഐഡൻറ്റിഫൈ ദ സാമ്പിൾ വിത്ത് ഗ്ലൂക്കോസ്. 2 സാമ്പിളുകൾ നൽകിയിരിക്കുന്നു, 2നും ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 ടെസ്റ്റ് ട്യൂബിലുള്ള സാമ്പിൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റ് നിങ്ങൾ നടത്തണം. അതിനുശേഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള റിസൾട്ട് അത് എക്സാമിനറെ നിങ്ങൾ കാണിക്കുകയും വേണം. ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടി നമ്മൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു റിയേജൻ്റാണ് ബെനഡിക്റ്റ് റിയേജൻറ്റ്. നമുക്ക് തന്ന സാമ്പിളിലോട്ട് അല്പം ബെനഡിക്റ്റ് റിയേജൻറ്റ് ഒഴിച്ചിട്ട് അത് ചൂടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഈ എൻഡിലുള്ളതുപോലെ ഈ റെഡ് കളർ വരികയാണെങ്കിൽ ഗ്ലൂക്കോസ് പ്രസൻ്റ് ആയിരിക്കും. സോ ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ എക്സാമിനറെ കാണിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പെരിമെൻറ്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. സോ ആൻസർ ഷീറ്റ് തയ്യാറാക്കേണ്ട രൂപം, ഇതിൻ്റെ ബയോകെമിക്കൽ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടുകൾ എഴുതേണ്ട രൂപം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ഈ റിസൾട്ട് എഴുതാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നോട്ടിൻ്റെ ഒരു PDF കോപ്പി നമ്മുടെ ലഭ്യമാവുന്നതാണ്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു എക്സ്പെരിമെൻ്റാണ് സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ചോദിക്കാം. ചില ബാച്ചുകൾക്ക് ഗ്ലൂക്കോസ് ആണെങ്കിൽ മറ്റു ബാച്ചുകൾക്ക് ഒരു പക്ഷേ സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റ് ആയിരിക്കും നൽകുക. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടി നമുക്ക് ഈ അയഡിൻ സൊല്യൂഷൻ നമ്മുടെ ടെസ്റ്റ് സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്ത ശേഷം കളർ ചേഞ്ച് നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ബയോകെമിക്കൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല. നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയാണെന്ന് കൂടി ശ്രദ്ധിക്കുക. ഗ്ലൂക്കോസും സ്റ്റാർച്ചും അല്ലെങ്കിൽ നമുക്ക് വരാവുന്ന ഒരു ബയോകെമിക്കൽ എക്സ്പെരിമെൻ്റാണ് പ്രോട്ടീനിൻ്റെ ടെസ്റ്റ്. പ്രോട്ടീൻ്റെ ടെസ്റ്റ് പല സ്കൂളുകളിലും പല എക്സ്പെരിമെൻ്റ് ആയിരിക്കും നൽകിയിട്ടുണ്ടാവുക. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് ആ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം. അതിൽപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റാണ് സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ റിയേജൻ്റ് ഒഴിച്ചിട്ട് സൾഫോസാലിസിലിക് ആസിഡ് എടുത്തിട്ട് നമ്മുടെ സാമ്പിൾ സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്യുക.
അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള ടെസ്റ്റ് ട്യൂബിൽ കാണുന്നത് പോലെ ഒരു ക്ലൗഡി പ്രസിപ്പിറ്റേറ്റ് രൂപപ്പെടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിൽ പ്രോട്ടീൻ പ്രസൻ്റ് ആണ്. എന്നാൽ ഈ റിയാജൻ്റ് ഒഴിച്ചിട്ട് യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ പ്രോട്ടീൻ ആബ്സെൻ്റ് ആണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ് കുട്ടികളെ. നിങ്ങളെല്ലാവരും ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ സുവോളജിയുടെ കൂടുതൽ ടോപ്പിക്സുമായിട്ടുള്ള തിയറി എക്സാമിനുള്ള വീഡിയോസും നമ്മൾ വരുന്നുണ്ട്.